മരുമകളല്ല, എന്റെ മകള് തന്നെയാ, ഈ വീടിന്റെ മഹാലക്ഷ്മി. ബാക്കില് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്, വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം അടിക്കാം. ഞാനതൊക്കെ നിർത്തി. മദ്യവർജന സമിതിയുടെ ഈ പഞ്ചായത്തിലെ സെക്രട്ടറിയാ ഞാൻ. എടാ വെള്ളപ്പാറ്റേ, കുറെ എണ്ണം നടക്കുന്നുണ്ട് മദ്യവർജനം എന്നൊക്കെ പറഞ്ഞു. സ്വയം അങ്ങ് വർജിച്ചാ പോരെ, എന്തിനാ മറ്റുള്ളവരെ വെള്ളം കൂടി കൂടി പൊട്ടിക്കുന്നത്? മദ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായതാ. അന്ന് ഇതിന്റെ പേര് സോമരസം. ഇന്നതൊക്കെ വിസ്കിയും ബ്രാൻഡിയും റമ്മൊക്കെ അത്രേ ഉള്ളൂ. ഞാൻ പോയി എന്തായാലും ശകലം സോമരസ് അകത്താക്കിയിട്ട് വരാം. ശാന്തമ്മാവ, ഓവറാക്കരുത്. അമ്മാവനെല്ലാം കണ്ടുകൊണ്ട് ഉമ്മറത്തിരിപ്പുണ്ട്. വരാവേ. ചേച്ചി വേണ്ട. കകുതി, നീ പോണ്ട. സാരല്ല അക്കുച്ചേട്ടാ, അവളുടെ ആഗ്രഹമല്ലേ. ഒരു പിടി മഞ്ഞളെടുത്ത് അവളുടെ മുഖത്തൊന്ന് തേച്ചെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലേ, എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ ഈ കൈ കൊണ്ട് എന്റെ പൊന്നിന്റെ ദേഹത്ത് തൊടാൻ പോലെയുള്ള അർഹതയില്ല. അപ്പോഴാ അവള് മഞ്ഞള് തേക്കാൻ വന്നിരിക്കുന്നത്. നീ ഇത് ശ്രേയമോളുടെ ദേഹത്ത് തേച്ചാ അവിടൊക്കെ കരുവാളിച്ചു പോകും. അത്രയും ദേഷ്യവും കുശുമ്പും വെറുപ്പും കുത്തി നിറച്ചല്ലേ നീ വന്ന് നിൽക്കുന്നത്. എന്താ പ്രശ്നം? കണ്ടില്ലേ ശാന്തപ്പ, ഇവള് മഞ്ഞള് തേക്കാൻ വന്നിരിക്കുന്നത്. നിനക്ക് എന്താ അവകാശം ഉണ്ടായിട്ടാടി എന്റെ മോളുടെ മഞ്ഞ കല്യാണത്തിന് ഇവിടെ വന്ന് നിൽക്കാൻ? ഞാനൊന്നും അക്കുച്ചേട്ടാ, മഞ്ഞള്
നിന്നോട് പറഞ്ഞില്ലേ ചാരു ഇങ്ങോട്ട് വരരുതെന്ന്? ശ്രേയ വിളിച്ചപ്പോ അതിന് പിന്നിൽ ഇവര് തമ്മില് ഇങ്ങനൊരു ഡീലുണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല അക്കുച്ചേട്ടാ. ഡീലോ? എന്ത് ഡീല്? നിന്നെ എപ്പോഴാടി ശ്രേയ വിളിച്ചത്? ഞങ്ങളാരും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. എവിടെയും വലിഞ്ഞു കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതാണല്ലോ നിന്റെ പണി. ഡിഡി, കല്യാണം മുടക്കാൻ നീ കുറെ നോക്കി, എന്നിട്ടും അത് നടക്കാതെ വന്നപ്പോ ദുഷിച്ച ചിന്തകൾ മനസ്സിൽ വെച്ച് എന്റെ മോളുടെ ദേഹത്ത് കൈതൊടാൻ വന്നേക്കുന്നു. എന്നെ അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അത് കേട്ട് ഏറ്റുപിടിക്കാൻ വന്നാലുണ്ടല്ലോ. എത്ര പ്രാവശ്യം ആട്ടി പായിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ വീട്ടുമുറ്റത്തുനിന്ന്. എന്നിട്ട് നാണല്ലാതെ വലിഞ്ഞു കയറി വന്നാലുണ്ടല്ലോ. തുണിക്കച്ചവടക്കാരി, ശാന്തപ്പ മാമൻ ഈ വീട്ടിൽ വരും. അത് ഞങ്ങൾ വിളിച്ചിട്ട് തന്നെയാ. വലിഞ്ഞു കയറി വന്നതേ നീയാ. ഈ ചടങ്ങിൽ ഈ വീട്ടിലും. ആകാശേ, ചാരുമോള് പറഞ്ഞതാ ശരി. തന്നെ പല പ്രാവശ്യം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുള്ളതാ. എന്നിട്ടും നാണമില്ലാതെ കയറി വരുന്നതേ തനിക്ക് അന്തസ്സോ അഭിമാനം ഇല്ലാത്തോണ്ടാ. ചാരുമോളല്ല വലിഞ്ഞു കയറി വന്നത്, നീയാ. ചാരുമോളെ ചതിച്ച് നീ നാട് വിട്ടപ്പോ നിന്നെ പിന്നെ ഈ വീട്ടുമുറ്റത്ത് കയറ്റരുതെന്ന് തീരുമാനിച്ചവനാ ഞാൻ. എന്നിട്ടും വലിഞ്ഞു കയറി വന്ന് വീമ്പ് പറയുന്നവൻ നീയാ. ഇനി അമ്മയും മോനും കൂടി ഇവിടെ കിടന്ന് ഷോ കാണിച്ചാലുണ്ടല്ലോ, ഈ വാർപ്പിന് മുക്കും ഞാൻ കണ്ടില്ലേ. മഞ്ഞൾ കല്യാണം നടത്തണം തീരുമാനിച്ചു, അതും ഇവിടെ വെച്ച്. ഞാനപ്പോ മിണ്ടാതിരുന്നതേ എന്റെ കഴിവുകേട് കൊണ്ടൊന്നല്ല. എല്ലാറ്റിനും വലിച്ചു പുറത്തിട്ട് ഈ കാണിച്ചു വെച്ചിരിക്കുന്ന ഇൻഡാസെടുത്ത് ഞാൻ തീയിടും. വേണോ എനിക്ക്? മാഷേ, ദേവി ഇത് പ്രശ്നം ഉണ്ടാക്കരുത്. അതിന് നാണക്കേട് മാഷോ ഈ കുടുംബത്തിനുമാ. അതിനി നാണം കിടാൻ എന്താ ഉള്ളേ? അഭിമാനമൊക്കെ എന്നേ പോയി. മതി, നിർത്ത്. നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചാ ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാം. നീ എന്തെങ്കിലും ചെയ്. ചാരു വാ. വെടിക്കെട്ടുകാരൊക്കെ പോയി, ഇനി ചടങ്ങിടക്കട്ടെ. ശാന്തപ്പാ, ഞാൻ തന്നോട് കൂടിയാ പറഞ്ഞ മിണ്ടായിരിക്കാൻ. കൂട്ടത്തിൽ നിന്ന് വെള്ളം